السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وأصحابه أجمعين أما بعد. സഹോദരന്മാരെ, പരിശുദ്ധ റമദാൻ അതിൻ്റെ ഓരോ ദിവസങ്ങളും നമ്മളോട് യാത്രയായി കൊണ്ടിരിക്കുകയാണ്. ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നമ്മൾ എന്തു പ്രവർത്തിച്ചു എന്നതിനെക്കുറിച്ച് സഗൗരവം ഓരോരുത്തരും ചിന്തിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പരിശുദ്ധ റമദാനിൽ ഒരുപാട് ആളുകളെ സ്വർഗത്തിന് അഹലുകാരാക്കി തീർക്കുകയും നരകത്തിൽ നിന്ന് മോചിപ്പിക്കുകയും ചെയ്യുന്നതായിട്ട് നമ്മൾ മനസ്സിലാക്കി. നരകത്തിൻ്റെ ഭയാനകതയെക്കുറിച്ച് നമ്മൾക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. സഹോദരന്മാരെ, പരലോകത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ അവിടെ സ്വന്തങ്ങൾക്കോ ബന്ധങ്ങൾക്കോ പരിഗണനയില്ലാത്ത ഒരു ദിവസമാണ്. യൗമ ലാ യൻഫഉ മാലും വലാ ബനൂൻ ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. അന്നേ ദിവസം സമ്പത്തോ സന്താനങ്ങളോ ഉപകാരപ്പെടുകയില്ല, മറിച്ച് കളങ്കരഹിതമായ ഒരു മനസ്സുമായി വന്നവനൊഴികെ. റഹ്മാനായ റബ്ബിന് കീഴ്പ്പെട്ടുകൊണ്ട് ശിർക്കില്ലാതെ നിഷ്കളങ്കമായ തൗഹീദുമായി വന്ന മനുഷ്യനൊഴികെ അവിടെ അവൻ്റെ സമ്പത്തോ മക്കളോ ഒന്നും തന്നെ ഉപകാരപ്പെടാത്ത ഒരു ദിവസമാണ് പരലോകം എന്നുള്ളത് നമ്മൾക്കെല്ലാവർക്കും അറിയാം. എന്നാൽ റഹ്മാനായ റബ്ബ് അനർഹമായ നിലക്ക് ഒരാളുടെയും ശുപാർശ അവിടെ സ്വീകരിക്കുകയില്ല. എന്നാൽ മുവഹ്ഹിദായ ആളുകൾക്ക് ശുപാർശകൾ ലഭിക്കുന്ന ചില സന്ദർഭങ്ങളുണ്ട് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഈ പരിശുദ്ധ റമദാനിൽ നമുക്ക് വളരെ പ്രധാനപ്പെട്ട രണ്ട് ശുപാർശകരെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഇമാം അഹ്മദും തബറാനിയും ഹാക്കിമുമൊക്കെ ഉദ്ധരിച്ച ഹദീസിൽ അബ്ദുല്ലാഹ് ബിൻ ഉമർ റളിയല്ലാഹു അൻഹുമയിൽ നിന്നും റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം, അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അസ്സിയാമു വൽ ഖുർആനു യശ്ഫഅാനി ലിൽ അബ്ദി യൗമൽ ഖിയാമ. നോമ്പും ഖുർആനും നാളെ പരലോകത്ത് അവൻ്റെ അടിമകൾക്ക് ശുപാർശ ചെയ്യുന്നതാണ്, ഷഫാഅത്ത് ചെയ്യുന്നതാണ്. യഖൂലു സിയാമു, നോമ്പ് പറയും. നോമ്പ് എന്താണ്? നോമ്പനുഷ്ഠിച്ച ആളുകൾക്ക് വേണ്ടി നാളെ പരലോകത്ത് പടച്ച തമ്പുരാൻ്റെ മുമ്പിൽ ശുപാർശ ചെയ്യുന്നത്, ഐ റബ്ബ്, അല്ലയോ രക്ഷിതാവേ, മനഅത്ഹു തആമ വശഹ്വത, ഈ മനുഷ്യൻ ഭക്ഷണവും അതേപോലെ തന്നെ വികാരങ്ങളും ഉപേക്ഷിച്ചിട്ടുണ്ട്, നിനക്ക് വേണ്ടി ഉപേക്ഷിച്ചിട്ടുണ്ട് നാഥ. ഫശഫ്ഫഅനി ഫീഹി, അതുകൊണ്ട് തന്നെ ഈ അടിമയ്ക്ക് വേണ്ടി എന്നെ ശുപാർശകനായ അഥവാ എൻ്റെ ശുപാർശ സ്വീകരിക്കണമേ എന്ന് റഹ്മാനായ റബ്ബിൻ്റെ മുമ്പിൽ നാളെ പരലോകത്ത് നോമ്പ് നമുക്ക് വേണ്ടി വാദിക്കും. വയഖൂലുൽ ഖുർആൻ, ഖുർആൻ പറയും, മനഅതുഹുൻ നൗമ ബില്ലൈലി, രാത്രികളിൽ നിന്ന് നമസ്കരിച്ച് ഖുർആൻ പാരായണം ചെയ്യുവാൻ വേണ്ടി ഞാൻ അവൻ്റെ ഉറക്കത്തെ തടഞ്ഞിട്ടുണ്ട് റബ്ബേ. ഉറക്കത്തിൽ നിന്ന് തടഞ്ഞ് രാത്രി ഖുർആൻ പാരായണം ചെയ്ത മനുഷ്യനാണ്. അതുകൊണ്ട് ഖുർആൻ പറയുന്നു, ഫശഫ്ഫഅനി ഫീഹി, ഈ അടിമയുടെ കാര്യത്തിൽ എന്നെ ശുപാർശകനായി സ്വീകരിക്കണമേ എന്ന് റഹ്മാനായ റബ്ബിനോട് നാളെ പരലോകത്ത് ഖുർആനും വാദിക്കും. അന്നേ ദിവസം എല്ലാവരും കൈയൊഴിയുന്ന ദിവസമാണ്. നമുക്ക് നാം ചെയ്ത നന്മകളാണ്
കൂടുതലും നമുക്ക് ഉപകാരപ്പെടുന്നത്. പക്ഷേ ആ നന്മകളിൽ വളരെ കൃത്യമായി നാം ചെയ്യുന്ന കർമ്മങ്ങളിൽ റഹ്മാനായ റബ്ബിനോട് വാദിക്കുകയും നമുക്ക് വേണ്ടി ശുപാർശ ചെയ്യുകയും ചെയ്യുന്ന 2 ഇബാദത്തുകളാണ്. ഒന്ന് നോമ്പും മറ്റൊന്ന് വിശുദ്ധ ഖുർആൻ പാരായണവും. ശരി, ഇതിൻ്റെ അനന്തരഫലം എന്താണ്? ഖാൽ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഫയഷ്ഫഅനി, അങ്ങനെ അവ രണ്ടും, നോമ്പും ഖുർആനും, അള്ളാഹുവിൻ്റെ അടുക്കൽ ശുപാർശയ്ക്ക് വേണ്ടി, നമുക്ക് വേണ്ടി ശുപാർശ ചെയ്യുകയും അങ്ങനെ അള്ളാഹു ആ ശുപാർശ സ്വീകരിക്കുകയും ചെയ്യുമെന്ന് മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സഹോദരന്മാരെ, ഈ പരിശുദ്ധ റമദാൻ നോമ്പിനെ വളരെയധികം സൂക്ഷിച്ചുകൊണ്ട് നോമ്പിനെ നാം മുന്നോട്ട് കൊണ്ടുപോവുക. നോമ്പിനെ നിഷ്ഫലമാക്കുന്ന കാര്യങ്ങളിൽ നിന്ന് നാം പ്രത്യേകം ശ്രദ്ധിക്കുക. നോമ്പിൻ്റെ പ്രതിഫലത്തെ കുറച്ചു കളയുന്ന നിഷിദ്ധമായ കാര്യങ്ങളിൽ നിന്ന് നാം ജാഗരൂകരായിരിക്കുക. നോമ്പിലുണ്ടാവേണ്ട ഇഖ്ലാസ്, നിഷ്കളങ്കതയും അത് വളരെ കൃത്യമായി ശ്രദ്ധിക്കുക. അതിൻ്റെ വാജിബാത്തുകൾ, അതിൻ്റെ നിർബന്ധങ്ങളും സുന്നത്തുകളും കഴിവിൻ്റെ പരമാവധി നാം നമ്മുടെ ജീവിതത്തിൽ പകർത്തുക. അതേപോലെ തന്നെ വിശുദ്ധ ഖുർആൻ ഇഖ്ലാസോടുകൂടി പാരായണം ചെയ്യുക. ആ ഖുർആൻ കഴിവിൻ്റെ പരമാവധി ശ്രദ്ധിച്ചുകൊണ്ട് അതിൻ്റെ ആശയം ഗ്രഹിച്ചുകൊണ്ട് തന്നെ നാം പഠിക്കുവാനും പാരായണം ചെയ്യുവാനും നാം ശ്രദ്ധിക്കുക. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ശുദ്ധമായ നോമ്പും നിഷ്കളങ്കമായ ഖുർആൻ പാരായണവും ഈ ഖുർആനും നോമ്പും നാളെ പരലോകത്ത് നമുക്ക് വേണ്ടി ശുപാർശ ചെയ്യുമെന്ന് മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് തരുന്നതുകൊണ്ട് തന്നെ സഹോദരന്മാരെ, വളരെ ഗൗരവത്തോടുകൂടി ഈ ആരാധനാ കർമ്മങ്ങൾ നിർവഹിക്കുക. ഒരുപക്ഷെ നമുക്ക് ആരും തന്നെ നാളെ പരലോകത്ത് ഉപകാരപ്പെടാത്ത ആ ദിവസത്തിൽ നമ്മുടെ ഈ കർമ്മങ്ങൾ നമുക്ക് വേണ്ടി ഉപകാരപ്പെടും. അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ പരലോകത്ത് ഉപകാരപ്പെടുന്ന നിലക്ക് നോമ്പ് അനുഷ്ഠിക്കുവാനും അതേപോലെ തന്നെ ഖുർആനിനെ പരിഗണിക്കുവാനും ഖുർആൻ ഓതാനും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.